everyone, welcome back to my channel. ഇപ്പം ഞാൻ ഷടപടയെന്ന് വന്നൊരു ഐഡിയ ആണ്. ജോസ് ഇവിടെ ഇല്ല. ജോസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഫ്രാൻസ് വരെ ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിരിച്ചു വരും. ഇന്നെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മണിക്കൂറിൽ തിരിച്ചു വരും. അപ്പം ഞാൻ ജോസ് ഇല്ലാത്ത സമയത്ത് എൻ്റെ സ്കൂൾ ഫ്രണ്ട് അലീഷ, അവൾ വന്നിട്ടുണ്ടായിരുന്നു UK നിന്ന് ഒരു 2 ദിവസം എനിക്ക് ചുമ്മാ കമ്പനി തരാൻ വേണ്ടി. അപ്പോൾ അവൾ വന്ന സമയത്ത് അവളൊരു ബിരിയാണി ഉണ്ടാക്കി. ഷടപടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയിരുന്നു. കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എല്ലാവരും പല ആൾക്കാരുണ്ടാക്കുന്ന എനിക്കൊരു സ്റ്റാൻഡില്ല, ഞാനപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേറൊരു വ്യത്യാസമായുള്ളൊരു ടേസ്റ്റാണ്. അപ്പം അലീഷ ഉണ്ടാക്കിയ ബിരിയാണി ഭയങ്കര എളുപ്പമായിരുന്നു. വിതിൻ 1 hour അവൾ ഉണ്ടാക്കി. ഞാൻ അവളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഫ്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും ഞാൻ അതെടുത്ത് കഴിച്ചു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് ഓർമ്മയുണ്ട് അവൾ ഏകദേശം എങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ അവളോട് മെസ്സേജിൽ ചോദിക്കുകയും ചെയ്തു അതിൻ്റെ റെസിപ്പി ഇത് തന്നെയാണോ എന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അവൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഓർത്ത് ഇന്ന് ആ റെസിപ്പി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഫ്യൂച്ചറിൽ എനിക്ക് തന്നെ അതുണ്ടാക്കണം എന്ന് തോന്നിയാൽ എനിക്ക് ഈ വീഡിയോ കാണാമല്ലോ. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. പിന്നെ എഴുതി വെച്ചാൽ ഞാനത് നോക്കാനും പോകുന്നില്ല. സോ ഐ തോട്ട് വൈ നോട്ട് ജസ്റ്റ് മേക്ക് എ വീഡിയോ. അപ്പം കാണുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. എവിടുത്തെ ബിരിയാണി എന്ത് ബിരിയാണി എന്നൊന്നും എന്നോട് ചോദിക്കില്ല. അവൾ വീട്ടിൽ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോ അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇപ്പം സബോള, അനിയൻസ്, തക്കാളി, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത്, മിക്സിക്കകത്തിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്തത്. ഇത് മിൻറ്റ് ഇല, ഇത് കൊറിയാൻഡർ, പിന്നെ 1/2 കിലോ ചിക്കൻ. എനിക്ക് ജോസ് ഇല്ലാത്ത സമയത്ത് എനിക്ക് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. പൊതുവെ ജോസാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി ഞാൻ ചിക്കൻ തൈസ് വാങ്ങിക്കും. അപ്പോൾ അതിന് ബോണൊന്നുമില്ല, കട്ട് ചെയ്യാൻ ഈസിയാണ്. എനിക്ക് ചിക്കൻ ബ്രസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തൊരു പീസാണ്. സോ ഞാൻ ചിക്കൻ തൈസ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബിരിയാണിക്കും സെയിം അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച മിക്സിയുടെ വെള്ളമാണ്. ഇതിനകത്ത് ഞാൻ 2 കപ്പ്, ഞാൻ ഈ കപ്പാണ് യൂസ് ചെയ്യുന്നത് അരി എടുക്കാനായിട്ട് വേണ്ടി. അപ്പം ഇത് 1 കപ്പ് 230 ml അത്ര കണ്ടാണ്. സോ ഇതിൻ്റെ ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു 4 കപ്പ് വെള്ളം കൂടെ എടുക്കണം. അത് വഴിയെ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ പാൻ ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെയിം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ആയിരുന്നു. അത് നമ്മൾ ഇച്ചിരി സ്ക്രാച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാക്കി. ഇപ്പോൾ ആക്ച്വലി മൊത്തം ഞങ്ങളുടെ അടുത്തുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതുണ്ട്. അപ്പം നോൺ സ്റ്റിക്ക് മൊത്തം മാറ്റിയിട്ട് അതാക്കിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേറ്റ്. നാട്ടിൽ നിന്ന് മമ്മിയും പപ്പായും കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാനും പോട്ട്സും എല്ലാം ഞങ്ങൾക്ക് അയച്ചായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. അതുകൂടാതെ ഞങ്ങളും ഇവിടുന്ന് TK Maxxയിൽ നിന്ന് 2-3 പാനൊക്കെ വാങ്ങിച്ചായിരുന്നു. സോ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരു രീതിയിലത്തെ ഡീടോക്സ് നടത്തുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ആക്ച്വലി ഞങ്ങൾ യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പം ഗ്ലാസ് മാത്രം അങ്ങനെയൊക്കെ. സോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഘീ എടുക്കുക. അതിനോട് അളവ് ചോദിക്കില്ല എത്രയാണെന്ന്. എല്ലാം ഒരു ഏകദേശം ഊഹാണ്. പിന്നെ ഇച്ചിരി കോക്കനട്ട് ഓയിൽ തീരാറായി. ഒരു മിനിറ്റ്. സോ ഇച്ചിരി കോക്കനട്ട് ഓയിലും കൂടെ ഒഴിക്കണം എന്നാണ് അലീഷ പറഞ്ഞത്. ബൈ ദ വേ ഞാൻ ഈ ഘീ വീട്ടിൽ തന്നെ ആക്കിയതാണ്. എനിക്ക് കുറേ ഇഷ്ടമായി. ഇപ്പം ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഞാൻ ബട്ടർ വാങ്ങിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് ഘീ ഉണ്ടാക്കി വെക്കുക. അതിന് എനിക്ക് ടേസ്റ്റും ഇഷ്ടം, നല്ല ഫ്ലേവറുമാണ്, നല്ല അടിപൊളി ടേസ്റ്റ് വരും. പ്യോർ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഘീയുടെ ഒക്കെ ടേസ്റ്റ്. ഇവിടെ പക്ഷേ കടയിൽ നിന്ന് കിട്ടുന്ന ഘീക്ക് ഒരു മണവും ഇല്ല, ഒരു രുചിയില്ല. അപ്പം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് കാണാൻ അടിപൊളിയല്ലേ? ഓക്കെ, എനിവേസ് ഇത് ചൂടായി. ഇനി നമ്മൾ ഇച്ചിരി സവോള വെറും ഒന്ന് ബ്രൗൺ ചെയ്യാനായിട്ട് വേണ്ടി എടുക്കുവാണ്. മതിയായിരിക്കും. സോ ഇത്രയും സവോള നമുക്കൊന്ന് കാരമലൈസ് ആക്കിയെടുക്കാം. ഞാൻ ഹൈ ഹീറ്റിലാണ് എടുത്തിരിക്കുന്നത്. സോ നല്ലപോലെ ബ്രൗൺ ആവട്ടെ. ഞാൻ ഇച്ചിരി ബ്രൗൺ ആയിട്ടുള്ളൂ ഇപ്പം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയിരിക്കണം. ഓക്കെ, അനിയൻസ് ആയി. എനിക്കറിയത്തില്ല എത്ര കാണാൻ പറ്റുന്നേ.
ഇനിയും വെച്ചാൽ അത് കരിഞ്ഞു പോകും. സോ ഞാൻ അടിപൊളി കാരമലൈസ്ഡ് അനിയൻ എടുത്തു. പാൻ ചൂട് തന്നെയാണ്. അതേ ഘീക്കകത്തോട്ട് ഞാൻ ഈ ഒറ്റ കയ്യിൽ തന്നെ ഷൂട്ടിങ് ചെയ്യണം, ഒറ്റ കയ്യിൽ തന്നെ ഇതുണ്ടാക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇളക്കേണ്ടി വരുന്നുണ്ട്. ഇത് സ്റ്റെയിൻലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. പിന്നെ എത്ര ഇട്ട് എടുക്കുള്ളൂ. ഇത് ഇടുമ്പോൾ ഒരു അടിപൊളി മണം, നല്ല നോർത്ത് ഇന്ത്യൻ മണം പിടിക്കുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും കൂടെ ഇടുക. അപ്പോൾ ഒരുമിച്ച് അതങ്ങ് കുക്കായിക്കോളൂല്ലോ. സബോള ഇട്ടു. വീണ്ടും നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഞാൻ 3 കപ്പ് അരിക്കുള്ള ബിരിയാണിയാണ്, 1/2 കിലോ ചിക്കൻ. അത്രയും ഞാൻ അളവ് പറയാം. എന്തിനത് പിന്നെ സവോള ഈ പല സൈസാണ്, ചെറുതും വലുതും ഒക്കെ. അങ്ങനെ ആയിട്ട് ഞാനൊരു 7 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 3 തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി ഇത്രയും സൈസുള്ള ഇഞ്ചി, 1.5 പച്ചമുളക്, ഒരു മൊത്തം വെളുത്തുള്ളി, പിന്നെ ഒരെണ്ണത്തിൻ്റെ അരയും. സോ 1.5 വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് ഞാൻ 15 എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ മൊത്തം ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, ഇനിച്ചൂടെ ബാക്കിയുണ്ട്. സോ നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് അതിടാം. എന്നിട്ടിപ്പം അനിയൻ കാരമലൈസ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഞാനിപ്പം ഇതിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് കുക്കാവാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അനിയൻ ഒക്കെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇച്ചിരി അഗൈൻ a little bit of ghee. എന്നിട്ട് അതൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും I'll put ഇതെന്നാ സിനമൺ, ഇലൈച്ചി, പിന്നെ ക്ലോവ്സ്, പിന്നെ സ്റ്റാർ അനീസ്, പിന്നെ പെപ്പർകോൺസ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അതിനകത്തോട്ടിടാം. സോ ഇതിനകത്തോട്ട് ഗീ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ മസാല മൊത്തം ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിയിടാം. ഓക്കെ, സോ ഇപ്പം ഞാൻ ഇതിനകത്ത് റൈസ് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട് പാത്രമൊക്കെ ഡിസ്കൂഡൻസ് കളിക്കുന്നു. ഇതിപ്പം നല്ലപോലെ സോട്ടയായി വന്നിട്ടുണ്ട് ഓണിയൻസ്. ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ച മിൻറ്റ് ഇല മൊത്തം ഇടുക. പ്ലസ് ഈ കൊറിയാൻഡർ പകുതി ഇട്ട് കൊടുക്കുക. പകുതി നമുക്ക് അവസാനം ഫ്രഷ് ആയിട്ടിടാം. ആൻഡ് തക്കാളി. സോ ഇനി തക്കാളി പിന്നെ പെട്ടെന്ന് വഴണ്ടി കിട്ടത്തില്ല. ഈ സ്റ്റേജിൽ നമ്മളിതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡി. ഇനി ഇതിനകത്തോട്ട് എന്തൊക്കെ പൗഡർ ഇടേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് വഴണ്ട് ഞാൻ ഇതിനകത്ത് പാനല്ലേ, ഇത് പോട്ടല്ലേ, പോട്ടിനകത്തോട്ട് റൈസ് ഇങ്ങനെ ഇട്ടിച്ചിട്ട് നേരം ഒന്ന് ഇളക്കും. കെറ്റലിൽ ഞാൻ വെള്ളം ചൂടാക്കി, അപ്പോൾ അതനുസരിച്ച് ചൂടുവെള്ളം അതിനകത്ത് വയ്ക്കും. പിന്നെ ഇതിനകത്തുള്ള വെള്ളവും. സോ 3 കപ്പ് അരിക്ക് ഞാൻ 6 കപ്പ് വെള്ളം ഒഴിക്കും. 2 കപ്പ് ഇതിനകത്തുണ്ട്, 4 കപ്പ് ഞാൻ തിളച്ചതൊഴിക്കും. അങ്ങനെ റൈസ് ബോയിലാവും. ഈ മസാലയ്ക്കകത്ത് സോ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി എൻ്റെ അടുത്ത് ഇല്ല, അതുണ്ടെങ്കിൽ അതിടണം. പിന്നെ അവൾ പറഞ്ഞ ഒരു ബിരിയാണി മസാല ഉണ്ട്, അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ആ ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടാണ് അവൾ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് അവൾ പറഞ്ഞ ബിരിയാണി മസാലയല്ല, പക്ഷെ എൻ്റെ അടുത്ത് ബോംബെ ബിരിയാണി മസാല ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇച്ചിരി ഇടും. സോ ഞാൻ ഇടാൻ പോകുന്നത് ഇന്ന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ബോംബെ ബിരിയാണി മസാല, അത്രേ ഉള്ളൂ. മുളക് പൊടി എടുത്തില്ല, എന്നിട്ട് നമ്മൾ പച്ചമുളക് കുറേ എടുത്തിട്ടുണ്ട്. അപ്പം
പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ ബിരിയാണിയിൽ കിട്ടാൻ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മറ്റേ ഉള്ളി മസാലയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. അവൾ എന്നോട് പറഞ്ഞത് ഈ ബിരിയാണി ബോംബെ ബിരിയാണി മസാല ഇടണ്ടെന്നാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു തോന്നൽ വന്നു, ഞാൻ ഇച്ചിരി തുള്ളി ബോംബെ ബിരിയാണി മസാല ഇട്ടു. ഇനിയും അത് നല്ലപോലെ വഴണ്ടു. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ആ മസാലയിലോട്ട് ഇടുക. ക്യാമറ നോക്കി ചിക്കൻ ഇടാൻ പോയിട്ട് അത് സ്റ്റൗവിലൊക്കെ വീണടക്കാം. സംശയമുണ്ട് ഈ മസാല ഇച്ചിരി എരിവ് കൂടിയിട്ടുണ്ടോയെന്ന്. ഐ ഹോപ്പ് ഇത് കുളമാവാതിരിക്കണം, അല്ലെങ്കിൽ ജോസിന് അത് ഇഷ്ടപ്പെടുത്തില്ല. സ്പെഷ്യലി ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കുക. എന്തിന് ഇത്രയും ദിവസം കഴിഞ്ഞ് കാണുമല്ലോ. അപ്പം ഫ്രഞ്ച് ഫുഡ്, യൂറോപ്യൻ ഫുഡൊക്കെ കഴിച്ച് അവൻ മടുക്കത്തില്ല. പക്ഷെ എന്നാലും അവൻ്റെ ഒരു നാട്ടിലെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ, അതോർത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ലൈറ്റിങ്ങിൽ ഞാൻ മറന്നുപോയി എൻ്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്ന്. സോ ഇതാണ് മൈ ചിക്കൻ. ഇത് നല്ലതായി കുക്കായി വരുന്നുണ്ട്. റൈസ് ഹാഫ് കുക്കായി ഞാൻ അടച്ചു വെച്ചു. ഇനി ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഈ അനിയൻസും ഇട്ട് പിന്നെ ഈ കുരിയൻഡ്രും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ച് ഈ മസാലയും ചോറും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാനായിട്ട് വേണ്ടി കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി. ഇത് നമ്മളൊരു സാലഡിൻ്റെ കൂട്ടത്തിൽ കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഐ ജസ്റ്റ് ഹോപ്പ് ഒത്തിരി സ്പൈസി ആവാതിരുന്നാൽ മതിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എരിവ് കൂടിപ്പോയി. അപ്പോൾ ഞാനിപ്പം 3 സ്പൂണ് തൈരിട്ടു. എരിവ് ഇച്ചിരി കുറയാനായിട്ട് വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. സോ ചോറിടുന്നതിന് മുമ്പ് തൈരിട്ട് ഇച്ചിരി ഒന്ന് എരിവ് കുറയ്ക്കാൻ നോക്കുക. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്, നല്ല രുചിയുണ്ട്. പച്ചമുളക് നിങ്ങൾ വല്ല 7 എണ്ണോ 6 എണ്ണോ വല്ല എടുത്താൽ മതി. ഇത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. മുകളിലിട്ട് കഴിഞ്ഞു. ഞാൻ ഫുൾ റൈസ് ഇട്ടു. എന്തിന് ഗ്രേവി ഇച്ചിരി റൈസിൽ പിടിക്കാനായിട്ട് ഞാൻ നല്ലപോലെ സോക്ക് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഇനി ഞാൻ ഈ അനിയൻ ഇടുക. ഞാൻ ഫോയിലൊന്നും വെക്കുന്നില്ല. ഞാൻ ഇതേ പടി ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഈ ഹോൾഡ് അവിടോട്ട് ടിഷ്യൂ വെച്ച് ഇങ്ങനെ അടയ്ക്കും. സോ ഇത് നല്ലപോലെ സീലാവുന്ന പാത്രമാണ്. ആൻഡ് ഞാനെൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യും. എന്താണ് ഈ ഓൾറെഡി ആ സ്റ്റൗവിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടിൽ തന്നെ അത് കുക്കാവട്ടെ. ബാക്കിയുള്ളത് ഇതിങ്ങനെ ഇരുന്നാൽ അതിൻ്റെ സ്റ്റീമൊന്നും പുറത്തൊന്നും പോകത്തില്ല, അങ്ങനെ ഇരുന്നോളും. സോ ദാറ്റ്സ് മൈ ചിക്കൻ ബിരിയാണി. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ക്വിക്ക്, ബട്ട് ദെൻ ഇച്ചിരി എരിവ് കൂടി പോയപ്പോഴത്തേക്കും ഇടയ്ക്ക് ഇച്ചിരി ഒരു പോസ് വന്നു പോയി. ഹോപ്പ്ഫുള്ളി ഹിൽ ലൈക്ക് ഇറ്റ്. എനിവേസ് ഞാൻ പോയി കുളിക്കട്ടെ. സോ ഞാൻ കുളിച്ച് സെറ്റായി. ഇനിയും തുറന്ന് നോക്കട്ടെ. ആരെ വാ, ഷബാഷ്, അടിപൊളി ബിരിയാണി. നല്ല മണവുമുണ്ട്. ഇങ്ങനെ ഞാൻ അടച്ചു വെച്ചേക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ബട്ട് ഐ വെയിറ്റ് ഫോർ ഹിം ടു കം. എന്താ ഞാൻ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. പക്ഷേ ഇന്ന് അവൻ വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കട്ടെ. ഇപ്പം തന്നെ സമയം 10 മണിയായി. ടു ലേറ്റ്. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ജോസ് ലാൻഡ് ചെയ്തു. പക്ഷേ ലേറ്റ് ആവും, 1 മണിക്കൂർ എടുക്കും. അപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ജോസിനോട് പറഞ്ഞു, പെട്ടെന്ന് വായോ, എനിക്ക് വിശക്കുന്നെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ജോസ് പറഞ്ഞു കഴിച്ചു എനിക്ക് വേണ്ടി നോക്കിയിരിക്കണ്ട, എനിക്ക് ഇനിയും സമയം എടുക്കുമെന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ ട്രെയിൻ കിട്ടിയതേ ഉള്ളൂ. അപ്പം കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കഴിച്ചു. വിശപ്പ് സഹിക്കാൻ മേലാത്തതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എത്ര മണിയായി? 11 മണിയായി. ഞാൻ ഉച്ചയ്ക്കും കഴിച്ചില്ലായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 2 ആപ്പിൾ കഴിച്ചിട്ടായിരുന്നത്. അപ്പം അതുകൊണ്ടും കൂടെ അപ്പം ഞാൻ കഴിച്ചേക്കാം. അവൻ ഇനിയിപ്പം വന്നിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നാളെ അവൻ കഴിച്ചോളും. അങ്ങനെ ബൈ ദ വേ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അടിപൊളി ബിരിയാണിയാണ്. ഞാൻ തൈര് ഒഴിച്ചുകൊണ്ട് എരിവ് ശരിക്കും ബാലൻസ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ആ റൈസിൽ മസാല സോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ പറഞ്ഞാൽ പോരല്ലോ. അപ്പം ജോസ് പറയുന്ന സമയത്ത് എന്താണെന്ന് അഭിപ്രായം ഞാൻ ചോദിച്ചിട്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്യാം. ആള് വരുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുക ഈ ചെക്കൻ വരുന്നത്. ഓക്കെ, വരുന്നുണ്ട്.
കഴിച്ചു. താൻ കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കഴിച്ചു. ഓ വാ, ജീവിതത്തിനകത്ത് പൃഥ്വിരാജ് അവസാന ആഹാരം കഴിക്കുന്നവരാണ്. അതിനാ ഫ്രാൻസിൽ പോയിട്ട് എന്തായിരുന്നു? ഫ്രാൻസിലെ ആൾക്കാർ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ചീസ്, അതാണ് അവരുടെ പ്രശ്നം. എരിവ് ഒത്തിരി കൂടുതലാണോ? കറക്റ്റ്. You liked it? I missed you, Punya. You also missed me, you know? Yes. Good morning. So this is next day. ഇന്നലെ ഞങ്ങൾ രണ്ടിനും ബിരിയാണി കഴിച്ചു. രണ്ടുപേർക്കും കുറേ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കേർഡ് തൈര് ഒഴിച്ചുകൊണ്ട് എരിവ് കുറഞ്ഞ് നല്ല പ്രോപ്പർ ബാലൻസ്ഡ് എരിവായിരുന്നു. ടേസ്റ്റും ഏകദേശം അവൾ ഉണ്ടാക്കിയതിൻ്റെ ഏകദേശം ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ രാവിലെ എനിക്കിന്ന് വർക്കുണ്ട്, 1 മണിക്കാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ബിരിയാണി കഴിച്ചിട്ട് പോവാം. അപ്പോൾ എനിക്ക് ലഞ്ച് കൊണ്ടുണ്ടല്ലോ, അങ്ങനെ പിന്നെ ഡയറക്റ്റ് ഡിന്നർ കഴിക്കാം. ദാറ്റ്സ് ദ പ്ലാൻ.